അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഇന്നിവിടെ എറണാകുളം ജില്ലക്കാർക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഇന്നൊരു ക്ലാസ് ഇല്ലാത്ത ദിവസമായിട്ട് കൂടി ഞാൻ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് കേട്ടോ. വേറെ ഒന്നിനും അല്ല, മീൻ മേടിക്കാൻ വേണ്ടി പോകാനാണേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പൂളക്കണ്ടത്തേക്ക് വെച്ച് പിടിച്ച്, പക്ഷേ ചമ്മിപ്പോയി. അവിടെ ബീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു 7:30 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് കേട്ടോ. രാവിലെ തന്നെ മീൻ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് പോയത്. കാരണം ഞാൻ പൂളക്കണ്ടത്ത് അങ്ങനെ എപ്പോഴും പോയി മീൻ വാങ്ങാറില്ല. അപ്പോൾ ആ ഒരു അറിവില്ലായ്മ കൊണ്ട് പോയതാണ്. എപ്പോഴും വാങ്ങാറില്ല. പോകണമെങ്കിൽ തന്നെ നമ്മളൊരു അഥവാ പോണ ദിവസങ്ങളിൽ തന്നെ ഒരു 11 മണി ആ ഒരു സമയത്തൊക്കെ പോകണം. അപ്പോൾ നിറച്ച് മീൻ കാണും കേട്ടോ. അപ്പോൾ എനിക്കറിയാണ്ട് ചെന്ന് ചാടി കൊടുത്തപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ മീനില്ല, പിന്നെ ബീഫ് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഇനി ഒന്ന് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബീഫ് മേടിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ അതേ രാവിലെ ഞാൻ തലേ ദിവസം നെല്ലിക്കച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുപ്പിയിലാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചൂട് പോയിട്ട് ആക്കി വെക്കാമെന്ന് കരുതിയിട്ട് പിന്നെ എനിക്ക് മടിയായി. അങ്ങനെ തന്നെ വെച്ചപ്പോൾ അതേ രാവിലെ വന്നിട്ട് നമ്മുടെ ഭരണിയൊക്കെ ഞാൻ കഴുകിയൊക്കെ ഉണക്കിയൊക്കെ വെച്ചിരിക്കണത് ഇപ്പോൾ 2-3 ദിവസങ്ങളായി. അപ്പോൾ അതൊന്ന് തുടച്ചിട്ടും അതിനകത്തോട്ട് നമ്മുടെ നെല്ലിക്കച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ എടുത്ത ആ സോസിൻ്റെ കുപ്പിയില്ലേ, നമ്മുടെ സോസൊക്കെ തീർന്നിട്ട് ഞാനത് കഴുകി നമ്മുടെ സ്പൂണൊക്കെ ഇടൂലേ അതിനകത്തോട്ടാക്കിയിട്ട് കമത്തി വെച്ചു വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കുപ്പിയും പാട്ടകളൊക്കെ ഉണക്കാൻ വേണ്ടി നടക്കണത് എത്ര ദിവസമായെന്നറിയാവോ. മഴയാണെന്ന് വെച്ചാൽ മഴയല്ല, വെയിലാണെന്ന് വെച്ചാൽ വെയിലില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ മഴ ഇടയ്ക്ക് ചാറും, പിന്നെ വെയിൽ വരും. അങ്ങനത്തെ ആ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടിട്ടേ കുപ്പികളൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ലെന്നേ. അപ്പോൾ ഞാൻ ആ സൺഫ്ലവർ ഓയിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കുപ്പി കിട്ടിയപ്പോഴത്തേക്കും അതിനകത്തോട്ട് അത് ഒഴിച്ച് വെച്ച് കേട്ടോ. ബാക്കി നമുക്ക് കുറച്ച് കുപ്പിയും പാട്ടകളൊക്കെ അവിടെ ഉണക്കാനിരിപ്പുണ്ട്. അപ്പോൾ അന്തരീക്ഷം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാനിനി ആ കുപ്പികൾ പുറത്തെടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് തുണി അലക്കി മിഷ്യത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് വിരിക്കണം. അപ്പോൾ അതിന് മുൻപേ ഒരു ഉഷാർ വേണ്ടേ. അപ്പോൾ ചായക്ക് വെക്കണം, പാലിരിപ്പുണ്ട്. ചായക്ക് നമുക്ക് ആദ്യം വെക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു 3-4 ദിവസം, ഇപ്പോൾ ഒരാഴ്ച അടുപ്പിച്ചായെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇതില്ലേ കസ്കസ്, അത് ഞാനിപ്പോൾ രാവിലെ വെള്ളത്തിൽ കുതിർത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഇച്ചിരി വണ്ണം കുറയട്ടെ, ഇത്തിരി ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് കരുതിയിട്ടാണ്. വണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ വണ്ണമൊന്നുമില്ല, എന്നാലും എൻ്റെ ആ ഒരു ശരീരം ഒരിച്ചിരി അങ്ങോട്ട് വണ്ണം വയ്ക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും, പിന്നെ നിനക്ക് എന്ത് വണ്ണമാണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും കേട്ടോ വീഡിയോ കോളിങ് ചെയ്യാൻ നേരത്തൊക്കെ. അപ്പോൾ ഞാൻ പറയും, എനിക്കൊരിച്ചിരി എൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ശരീരത്തിനെക്കാട്ടും ഒരു ഇച്ചിരി കോളം വണ്ണം ഇത്തിരി അധികം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കരുതി ഇനി ഫുഡൊക്കെ ഒരിച്ചിരി കൺട്രോൾ ചെയ്യാമെന്ന്. എന്നും പറഞ്ഞ് ഞാൻ വാരി വലിച്ചൊന്നും കഴിക്കുമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കൊന്നും ഈ എണ്ണക്കടികളൊക്കെ കഴിക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം ഇങ്ങനെ കുറച്ച് തടി ഇങ്ങനെ വെക്കണതെന്ന് തോന്നണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത്തിരി കൺട്രോൾ ചെയ്യണം എന്നൊക്കെയാണ് ഞാനിങ്ങനെ വിചാരിച്ച് വെച്ചേക്കണത്. ഇനി തമ്പുരാൻ അറിയാം എത്ര ദിവസത്തെ കാണുമെന്ന്. അപ്പോൾ എനിക്ക് ഈ നമ്മുടെ കസ്കസ് വെള്ളത്തിലിട്ട് കുടിക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം പാലടപ്പത്ത് വെച്ചിട്ടും അതൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊരു 5 മിനിറ്റ് വേണ്ട, അപ്പം തന്നെ അതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്കതാദ്യം വലിച്ച് കുടിക്കാം. എന്നിട്ട് ഞാൻ മധുരമില്ലാത്ത ചായയായിട്ടാണ് കുടിക്കാൻ വേണ്ടി പോണത്. പഞ്ചസാര ഇല്ലാത്ത ചായ കൂടി എനിക്ക് ഓർക്കാൻ പോലും വയ്യ. പക്ഷേ ഞാനിപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് പഞ്ചസാര തൊട്ടിട്ടില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ കടിച്ച് പിടിച്ച് നിൽക്കണേണ് ഞാൻ. അപ്പോൾ ഈ മധുരമാണ് നമ്മളെ പറ്റിക്കണമെന്നാണ് എല്ലാവരും പറയണത്. വണ്ണം കൂട്ടാനുള്ള പ്രധാന കാരണം പഞ്ചസാര. വണ്ണം മാത്രമല്ല, പല ആരോഗ്യ സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകുമെന്നൊക്കെയാണ് പഠനം തെളിയിച്ച് വരുന്നത്. ഞാനിപ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും തന്നെ അറിയാവുന്നതല്ലേ. അപ്പോൾ അതേ ഞാൻ നുറുക്ക് ഗോതമ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഞാൻ അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ച് വെച്ചതാണ്. എന്നിട്ട് അതിൽ നിന്നൊരു ഞാൻ ഒരു കാൽഭാഗം അല്ല കേട്ടോ, അരഭാഗം തവളം എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി ആ കവറിൽ തന്നെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവോള ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞാന്നും പറഞ്ഞിട്ടുണ്ട്. ആമി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നേ സിഗ്നൽ തരും ആളെനിക്ക്. എന്താണ് ചായ ഇപ്പൊ അടുപ്പത്താണ് കേട്ടാ. എഴുന്നേറ്റ് വായൊക്കെ കഴിക്കും. ഞാൻ വന്നി തുടങ്ങിക്കോ രാവിലെ. ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ രാവിലെ തുടങ്ങി യുദ്ധമായിരിക്കും കേട്ടോ ഇവിടെ. ഇനി കിടന്ന് ഉറങ്ങണ വരെ യുദ്ധമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റഫറി കളിക്കലായിരിക്കും എൻ്റെ പണി. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഒരു തീരുമാനത്തിലെത്തിച്ചിട്ട് ഞാൻ നേരെ വീണ്ടും അടുക്കളയിലോട്ട് വന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ചായ എപ്പോഴും തിളച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ടെന്നത്. പാല് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ കാത്തിരിക്കും, പാല് തിളച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്.
ഞാൻ മുട്ടൻ കലിപ്പാണ് കേട്ടോ. കാലത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ തല്ലിവിടുത്തെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചെറുതാൻ കൂടും. അയ്യോ, ഒച്ചപ്പാടും ബഹളവും എത്ര പറഞ്ഞാലും കേൾക്കൂല. ആലുവാണെങ്കിൽ ആ കുഞ്ഞിക്കൊച്ചിൻ്റെ കണക്കാണ്. എപ്പോഴും ആ കൊച്ചിനെ കൂടെ തല്ലി പിടിക്കാൻ ചെല്ലും. രണ്ടും കണക്കാണ് കേട്ടോ. അങ്ങനെ രണ്ടും കൂടെ തല്ലി പിടിച്ച് അവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ അതേ ചായക്കെല്ലാം മരിച്ചെടുത്ത് നമുക്കിനി ഒരു ക്യാരറ്റും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഈ ചോപ്പർ ഇങ്ങനെ കിട്ടിയത് കൊണ്ടിട്ട് ഒരു ഉപകാരമാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും കാര്യം കഴിഞ്ഞ്. മറ്റേത് കട്ടിങ് ബോർഡിൽ വെച്ച് കുഞ്ഞാന്നും പറഞ്ഞിട്ട് പതിയെ അരിഞ്ഞെടുക്കുമ്പോൾ ഒരു നേരവും. ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഞാൻ കഴിച്ചേക്കണത്, എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിച്ചേക്കണത് ആലുവിൻ്റെ സൺഡേ ക്ലാസ് എന്നാണ് ആയി വന്നത്. അംഗനവാടിയിലാണ് കേട്ടോ. എപ്പോഴും ഇത് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കൊടുത്ത് വിടും കേട്ടോ, വട്ടപാത്രത്തിൽ. പിന്നെ അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പായസം തേങ്ങയൊക്കെ ഇട്ടിട്ട് ശർക്കരയാണെന്ന് ഞാൻ ഓർക്കാനുള്ള, പഞ്ചസാരയാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഇട്ടിട്ടുള്ള പായസം, പിന്നെ അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പിൻ്റെ പായസം, നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ്, ഇതൊക്കെ കഴിച്ചേക്കണത് ഞാൻ ആലുവിൻ്റെ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ വീട്ടിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കലില്ല കേട്ടോ. പായസം വയ്ക്കും കേട്ടോ നുറുക്ക് ഗോതമ്പിൻ്റെ. അത് അന്നും വയ്ക്കും ഇന്നും വയ്ക്കും. അപ്പോൾ അതേ നുറുക്ക് ഗോതമ്പ് എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മുടെ റവ ഉപ്പുമാവിനെക്കാട്ടും എനിക്കിഷ്ടമാണ് റവ ഉപ്പുമാവ്. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല, വല്ലപ്പോഴും കഴിച്ചാൽ ഇത്തിരി കഴിച്ച്. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചു, കടുക് പൊട്ടിച്ചു. റവ അപ്പം നമ്മൾ ആദ്യം നുറുക്ക് ഗോതമ്പ് നമ്മൾ ആദ്യമേ വറുത്ത് മാറ്റിയല്ല. അങ്ങനെ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ വെച്ചു, കടുക് പൊട്ടിച്ചു, സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. ക്യാരറ്റും കൂടെ ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചു. തിളച്ചപ്പോഴത്തേക്കും റവ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇച്ചിരി നേരം മൂടി വെച്ചു. മൂടി മാറ്റി കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് റെഡി. ഇതെപ്പോഴും ചൂടാട് കൂടി കഴിക്കണതാണല്ലേ ടേസ്റ്റ്. ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു എന്തൊക്കെ പോലെ ഒരു ടേസ്റ്റ് കുറവ് പോലെയൊക്കെ തോന്നും. അങ്ങനത്തെ ആദ്യം അപ്പനും മക്കൾക്കും കൊടുത്തു കേട്ടോ. അച്ഛായിട്ട് ഞാനും കഴിച്ചിട്ടില്ലേ, ഞങ്ങൾ പിന്നീട് കഴിക്കാമെന്ന് കരുതിയിട്ടിരിക്കണം. എനിക്കാണെങ്കിൽ ഇച്ചിരി പണികളൊക്കെ ഒതുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് സാവകാശം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ പണിയുടെ അടക്കം കൂടെ കഴിച്ചു പോകും കേട്ടോ. പിന്നെ ചേട്ടൻ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ആമിക്കുട്ടീനെ അവിടെ നിന്നും കാണാനില്ല കേട്ടോ. ബാത്റൂമിൽ കയറി ഇരിക്കാനാണ്. അപ്പോൾ ഞാൻ നോക്കാൻ വേണ്ടി പോയതാണ്. അത്ര നേരം ഇവിടെ കറങ്ങി തിരിഞ്ഞ് കിടക്കണമായിരുന്നു. കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്കും ആൾ ബാത്റൂമിലോട്ട് ഓടിക്കയറി. ഞാൻ അതൊക്കെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനും ചായ കുടിച്ച് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും. അതെല്ലാം കഴിഞ്ഞതേ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് ബീഫ് കട്ട് ചെയ്യണേ. ബീഫ് കട്ട് ചെയ്താണ് വാങ്ങിയത്, എങ്കിൽ പോലും വറുത്തെടുക്കാമെന്ന് കരുതിയിട്ടാണേ. അപ്പം ഞാൻ കരുതി ചെറുതാക്കി ഒന്നുകൂടെ കട്ട് ചെയ്യാമെന്ന്. ഞാൻ എപ്പോഴും ബീഫ് വാങ്ങി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ടി വിയിൽ പാട്ടിട്ടിട്ടേ ഷോളൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോൾ ചോദിക്കണത്. എപ്പോഴും എൻ്റെ ഷോളെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി കളിക്കും. എപ്പോഴും ഞാൻ വഴക്ക് പറയും, ഞാൻ അടക്കി പറക്കി വെച്ചേക്കണത് എടുത്ത് വലിച്ച് വാരില്ലെന്ന്. കാരണം ഒരു ഷോൾ അടിയിൽ നിങ്ങളുടെ വലിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഉടുപ്പുകൾ മൊത്തവും ഇങ്ങോട്ട് താഴത്തേക്ക് വീഴും. അപ്പോൾ എപ്പോഴും ഒതുക്കി വെക്കലാണ് എനിക്ക് പണി. അപ്പം ഞാൻ വഴക്കൊക്കെ പറഞ്ഞിട്ട് പോയി ഒരു ഷോൾ എടുത്തോന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട് കേട്ടോ. അപ്പോഴാണ് ആൾ പോയത്. അങ്ങനെ ദേ ബീഫെല്ലാം കഴുകി കുക്കറിലോട്ടാക്കിയിട്ട് അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഒക്കെ തേച്ച് പിടിപ്പിക്കാൻ നല്ലപോലെ. കൈ വെച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നല്ലപോലെ തിരുമ്മിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് 3-4-5 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ പിഴിയാതെ തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടേക്കണം. അതുകൊണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൂര്യനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മഴയൊന്നും ഇല്ലെന്നാണെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടൊരു മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമായിരുന്നു. സൂര്യനെ കണ്ടു കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കരുതി ഇനി കുപ്പിയും പാട്ടകളൊക്കെ പുറത്തെടുത്തിട്ട് കഴുകിയിട്ട് മുകളിൽ കൊണ്ട് ഉണക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ അലക്കിയിട്ട തുണികളെല്ലാം ഞാൻ കൊണ്ടേ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
എനിക്കാണെങ്കിലേ നമ്മൾ ഈ എന്തെങ്കിലും സാധനങ്ങൾ കുപ്പിയിൽ തീർന്നു കഴിയുമ്പോഴത്തേക്കും പിന്നീട് അത് കഴുകിയിട്ട് ഉപയോഗിക്കണതാണ് എനിക്കൊരു കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ തോന്നും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇപ്പം ചായപ്പൊടി ആണെങ്കിലും എന്താണെങ്കിലും തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് കഴുകാതെ അതിനകത്തോട്ട് ഇടൂല കേട്ടോ. അതിപ്പോൾ പാക്കറ്റ് ആണെങ്കിൽ ആ പാക്കറ്റ് തന്നെ എടുത്ത് ഒരു ബക്കറ്റിനകത്തോട്ടാക്കി അങ്ങനെ ചുരുട്ടി വെക്കും. എന്നിട്ട് പിന്നീട് കുപ്പി കഴുകിയിട്ട് ഞാൻ ഇടുള്ളൂ. ഈ കുപ്പി കഴുകാൻ പറ്റാത്തത് ഈ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും കുപ്പികളൊന്നും ഇങ്ങനെ കൂടി നിൽക്കുമൊന്നുമില്ല, ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഇനിയും എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴുകി ഉണക്കാനൊക്കെ ഉണ്ട്. പക്ഷേ തൽക്കാലം ഇത് മാത്രം മതിയെന്ന് കരുതി. കാരണം പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി എടുക്കണം, കുപ്പി എടുക്കണം. അപ്പോൾ പിന്നെ എല്ലാം കൂടെ കൊണ്ടേ ഉണക്കാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതെല്ലാം പൊക്കിയെടുക്കേണ്ട ആൾ ഞാൻ തന്നെ ആയതുകൊണ്ടിട്ട് അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ തൽക്കാലം കുപ്പി മാത്രം ഇപ്പോൾ ഉണക്കാമെന്ന് കരുതിയിട്ടാ. നമ്മൾ ഭരണിയൊക്കെ വെച്ചേക്കണ സ്റ്റാൻഡ്, പിന്നെ ഞാൻ നമ്മുടെ ചോപ്പർ വെച്ചേക്കണ കുഞ്ഞ് സ്റ്റീലിൻ്റെ സ്റ്റാൻഡ്, പിന്നെ അതുപോലെ തന്നെ മസാല ബോക്സ് സ്റ്റീലിൻ്റെതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് ഉണക്കി വെക്കണം. പക്ഷെ അപ്പം നല്ല വെയിൽ വരട്ടെ എന്ന് കരുതി ഇരിക്കാനാണ്. അപ്പോൾ അതേ മുകളിൽ ഒരു പായൊക്കെ കൊണ്ട് വിരിച്ചിട്ട് കുപ്പികളൊക്കെ വെള്ളം കളഞ്ഞിട്ട് വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇറച്ചി വറുത്ത തേങ്ങാച്ചാറാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും തേങ്ങാച്ചാർ ഉണ്ടാക്കാൻ ഇപ്പോൾ തൽക്കാലം തൈരില്ല. തൈര് വാങ്ങണമെങ്കിൽ ഇപ്പോൾ ആലുവിനെ കടയിൽ പറഞ്ഞയക്കണം. കടയിൽ പോകുമെന്ന് പറഞ്ഞാൽ ആലുവിന് ചെകുത്താൻ കൂടും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ ആ കാര്യം മറന്നുപോയി കേട്ടോ. പിന്നെ തക്കാളി ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഇത്തിരി രസം കാച്ചാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മല്ലിയില ഇല്ലാതെ രസം കാച്ചാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് സാമ്പാറിൻ്റെ കഷ്ണം എടുത്ത് പുറത്ത് വെച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ഞാൻ ദേ മിക്കിനെ കുളിപ്പിക്കാൻ വേണ്ടി പോകണമെന്ന്. എന്നാൽ പിന്നെ അതും കൂടെ വീഡിയോയിൽ പകർത്താമെന്ന് കരുതിയിട്ട് ഞാൻ നേരെ മുകളിൽ വന്നു കേട്ടോ. അപ്പം ഞാൻ അവനെ ഇപ്പം മഴ ആയതുകൊണ്ടിട്ട് അവനെ കുളിപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അദ്ദേഹമൊക്കെ നല്ലപോലെ ഉണങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിൽ വരട്ടെ എന്ന് കരുതി. അപ്പോൾ ഒരുവിധം വെയിൽ കണ്ടപ്പോഴത്തേക്കും അവനെ വേഗം തന്നെ കുളിപ്പിച്ചേ. ആദ്യം ഒന്ന് ഓടിക്കളയെങ്കിലും പിന്നീട് അങ്ങനെ നിന്നോളൂ കേട്ടോ, വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ അതും നോക്കി നിന്നിട്ടുണ്ടെങ്കിലേ എൻ്റെ പണി ആര് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സാമ്പാർ കിറ്റ് ഞാൻ ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. ഞാനത് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു അവിയലും വെക്കും, ഒരു സാമ്പാറും വെക്കും. അതാണ് ഇവിടുത്തെ കണക്ക്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇങ്ങോട്ട് പൊക്കി അവിയലിൻ്റെ കഷ്ണം അങ്ങോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ അതായത് ചേന, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ അതിൽ നിന്ന് എടുത്ത്. ക്യാരറ്റ് എനിക്ക് വേറെ ഇരിപ്പുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ മത്തങ്ങ, പച്ചയ്ക്ക ഒക്കെ ഞാൻ അവിയലിലോട്ട് മാറ്റി. ബാക്കിയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കഴുകി മാറ്റി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി പരിപ്പടപ്പത്ത് വയ്ക്കാം. ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോക്കകത്തൊക്കെ സാമ്പാറിൻ്റെ ഇത് കാണിക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ സാമ്പാറിൻ്റെ ഇത് കാണിക്കുമ്പോഴൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. കുറേ പേരല്ല, കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഈ സാമ്പാറിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. ഒന്നുമില്ല കേട്ടോ, അങ്ങനെ വലിയ പ്രത്യേകത കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞുതരാം. പരിപ്പ് ആദ്യം നല്ല ഉപ്പിട്ട് നല്ല പാപ്പ പോലെ അങ്ങോട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ പച്ചക്കറി അരിഞ്ഞതും വെണ്ടയ്ക്ക ഞാൻ ചേർക്കില്ല കേട്ടോ. തക്കാളി ഉൾപ്പെടെ ബാക്കി എല്ലാം അരിഞ്ഞ് അതിനകത്തോട്ട് ചേർത്തിട്ട് ഒരല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുക്കും കേട്ടോ. ഉള്ളി ഇല്ലെന്നാണെങ്കിൽ സവാള ആണെങ്കിൽ ഒരെണ്ണം അരിഞ്ഞിടാം. ഞാൻ ഉള്ളി ഉള്ളപ്പോൾ ഉള്ളി തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് പൊളിച്ച് മുഴുവനാട് കൂടി ഇടും. പിന്നെ 2 പച്ചമുളകും കീറിയിടും. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി സാമ്പാർ പൊടി ഇത്തിരി അധികം മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടുതലിടും കേട്ടോ. എന്നിട്ട് ഉപ്പ് പിന്നെ ഇടൂല, ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുക്കറിൽ ഒറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ അത് വെന്ത് കിട്ടും. പിന്നെ ഞാനത് വേറൊരു ചട്ടിക്കകത്തോട്ട് പകർത്തും കേട്ടോ. എന്നിട്ട് അതൊന്നുകൂടെ അടുപ്പത്ത് വയ്ക്കും. എന്നിട്ട് പുളിയില്ലേ, വാളംപുളി പിഴിഞ്ഞ് വെള്ളം അതിലോട്ട് ഒഴിക്കും. അപ്പോൾ അതവിടെ കിടന്ന് നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കുഞ്ഞ് ചട്ടി വെച്ചിട്ട് കടുക് വറുക്കണ ചട്ടി എടുത്ത് വെച്ചു. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കയില്ലേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ സാമ്പാറിനകത്തോട്ട് ഒഴിക്കൂല, വറുത്ത് വേറൊരു കയ്യിലെടുത്തിട്ട് കോരി എണ്ണത്തൊട്ട് ഇടും. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ കടുകും ഉള്ളിയും നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലേക്ക് ഒന്ന് മൂപ്പിച്ച് വീണ്ടും നമ്മുടെ എന്താ പറയുക സാമ്പാറിനകത്തോട്ട് ഒഴിക്കും. അഥവാ സാമ്പാർ പൊടി ഇല്ലെന്നാണെങ്കിൽ ഞാനിതിൽ കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർക്കും. അത് മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ സാധാരണ നമ്മൾ പൊടികളൊക്കെ എടുക്കുന്നത് പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതെല്ലാം ചേർക്കും. ഇപ്പോൾ സാമ്പാർ പൊടി ഇട്ടത് കൊണ്ടിട്ട് ഞാൻ പിന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് കുക്കറിൻ്റെ ആവി ആദ്യം പോയി. അപ്പോൾ ഞാനതൊന്ന് തീ ഓഫാക്കിയിട്ടാ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുത്തതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അതിൽ വെള്ളം ഇച്ചിരി ഉണ്ടായിരുന്നു. ഞാൻ വെള്ളം ഒഴിച്ചില്ല ഒട്ടും, എന്നാൽ പോലും ഇത്തിരിക്കോളം വെള്ളം അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. എന്നിട്ട് നമുക്കത് ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളി, സവോള, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റാം. ഉള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ഞാൻ പിന്നെ ഒരു സവോളയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇനി വറക്കണതിനകത്ത് പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും ചേർക്കില്ല. നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ടാണല്ലോ ആ ബീഫ് വേവിച്ചെടുത്തേക്കണത്. പിന്നെ ഞാനിന്നിപ്പോൾ ബീഫ് വറുക്കാൻ നേരത്തെ ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കണില്ല കേട്ടോ. കാരണം ബീഫ് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് മൊരിയിച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ അസുഖങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ, കേട്ടറിവാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ബീഫ് ഫ്രൈ വാങ്ങാൻ നേരത്ത് ഭയങ്കരമായിട്ട് മൊരിയിച്ചല്ലേ ഇങ്ങോട്ട് തന്നത്. പക്ഷെ അത് നല്ല ടേസ്റ്റ് വേണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വീട്ടിലിപ്പോൾ ഉണ്ടാക്കുമ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ അധികം ഒരുപാട് അങ്ങോട്ട് മൊരിയിക്കണില്ല. അപ്പോൾ സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒരുവിധം അങ്ങോട്ട് വരട്ടിയെടുക്കാം. ഇപ്പം ഞാൻ കാണിക്കണ ഈ ഒരു പരിവായപ്പോഴത്തേക്കും ഞാൻ തീ ഓഫാക്കിയിട്ടാണ്. അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ആയിട്ടുണ്ട്. സാമ്പാറും പിന്നെന്താണ് നമ്മുടെ ബീഫ് ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. പിന്നെ ഇതിനിടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുക്കറും കാര്യങ്ങളും, നമ്മുടെ വലിയ കുക്കർ, ചെറിയ കുക്കർ, പിന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, അതൊക്കെ എല്ലാം മൊത്തവും തേച്ച് കഴുകി. പിന്നെ റേഷനരി ആയതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ കഞ്ഞിക്കിടും. ഇപ്പോൾ റേഷനരി ആയതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് വൈകിയത്. അതുമല്ല, ഇത്രയും വൈകിപ്പോയത് ഞാൻ എൻ്റെ മറവി കൊണ്ടിട്ടാണ്. ഞാൻ കരുതിയത് ഒരു ബീഫ് അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടും കഞ്ഞി കടപ്പത്തിടാമെന്ന് കരുതിയിട്ടില്ല. ഞാൻ ആ കാര്യം കൂടെ വിട്ടുപോയെന്നേ. പിന്നെ റേഷനരി ആയതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ കറികളായപ്പോഴത്തേക്കും ഒരു 12 മണിയൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കഞ്ഞിക്കിട്ടു. പിന്നെ റേഷനരി ആകുമ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ വേവിക്കും കേട്ടോ. പിന്നെ ഓഫാക്കിയിട്ടില്ല, കാര്യങ്ങളൊന്നും ഇല്ല. തെർമൽ കുക്കറിൽ ഇറക്കിയും വെക്കൂല. കാരണം ഈ അരി നോക്കിയെടുത്തില്ലെങ്കിലല്ലേ പാപ്പം പോലെ ആകും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എത്തി നോക്കി കയ്യിലിട്ട് ഒന്ന് പിടിച്ചൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ, ചോറ് വെന്താ ഇല്ലേ എന്നൊക്കെ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ പശ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, അടക്കാൻ നേരുമ്പോഴത്തേക്കും ഞാൻ റേഷനരി വയ്ക്കുമ്പോഴത്തേക്കും ഇത്തിരി ഉപ്പിട്ടിട്ടാണ് കേട്ടോ അടയ്ക്കാറ്. നമ്മൾ സാധാരണ വെള്ളരി വയ്ക്കൂലേ, അതിൽ ഞാൻ ഉപ്പിടാറില്ല. ഉപ്പിടാതെ തന്നെയാണ് ചോറ് അടച്ചിട്ടുള്ളത്. പക്ഷേ റേഷനരി വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഉപ്പിട്ടിട്ടാണ് അടക്കണത്. ഉപ്പിട്ടിട്ട് നമ്മൾ അടക്കാൻ നേരുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി വെള്ളം കൂടി കളഞ്ഞിട്ട് ഇച്ചിരി പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് വീണ്ടും അടച്ചിടുന്നത്. അപ്പോൾ ചോറിങ്ങനെ വിട്ടിരിക്കും. അല്ലെന്നാണെങ്കിലില്ലേ പശ കെട്ടിയിട്ട് ഒരു ഇങ്ങനെ എന്താ പറയണ, നമ്മൾ ഈ പാച്ചോറൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ ഇരിക്കും. അപ്പോൾ ചോറ് അടുപ്പത്ത് കിടന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് എൻ്റെ കുപ്പികളൊക്കെ അതേ ഉണങ്ങി കിട്ടിയിട്ട്. അപ്പോൾ ഞാനതെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തെങ്കിലും പൊടികൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുപ്പിയിൽ ഇട്ട് വയ്ക്കൂല, അത് കഴുകിയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ച പാക്കറ്റുകളൊക്കെ ഞാനൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ ഈ ചായപ്പൊടിയൊക്കെ ഞാൻ ഈ മിനിഞ്ഞാന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. കുപ്പി കഴുകാനതുകൊണ്ട് ഞാൻ ഇട്ട് വെച്ചില്ല. അപ്പോൾ അതൊക്കെ എല്ലാം ഓരോരോ കുപ്പികളിലാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരല്ല കേട്ടോ, എപ്പോഴും കുറച്ച് പേര് അത് പറഞ്ഞത് ശീലമായിപ്പോയി കേട്ടോ. അപ്പോൾ 1-2 പേര് എന്നോട് പറയാറുണ്ട്, ചേച്ചി എല്ലാം ഒരേപോലത്തെ കുപ്പികൾ വാങ്ങാൻ പാടില്ലേ എന്ന്. എനിക്ക് ഉള്ള കുപ്പികളൊക്കെ കളയാൻ വേണ്ടിയിട്ടൊരു മടി, കാരണം അതിനൊക്കെ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഈ കബോർഡിൻ്റെ അകത്താണ് ഇരിക്കണത്, പിന്നെ കാണുമില്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ മാത്രമല്ലേ അത് കാണുന്നുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പുറത്തിങ്ങനെ വെച്ചേക്കണമെങ്കിൽ നല്ല ഭംഗിക്കൊക്കെ നല്ല ഒരേപോലത്തെ കുപ്പികളൊക്കെ വാങ്ങി വെക്കാം. പിന്നെ ഈ കുപ്പികൾക്കൊക്കെ ഒന്നും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടേന്നേ. ഇപ്പം ഞാൻ പൊട്ടിച്ചിട്ടുള്ളത് കശുവണ്ടിയാണ് കേട്ടോ. അത് നമ്മൾ കഴിക്കണതാണ് എങ്കിൽ പോലും പായസത്തിൽ കിടന്നതാണ് കേട്ടോ. നമ്മൾ മറ്റേ കഴിക്കാൻ വേണ്ടിയൊക്കെ മേടിക്കണത് ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളല്ലേ. ഇതിപ്പോൾ നമ്മൾ കശുവണ്ടിക്കകത്തും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ പാക്കറ്റ് ആണെങ്കിൽ നല്ല വിലയാണേ. അപ്പോൾ അത് മാറ്റി എവിടെയെങ്കിലും വെക്കണം. അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആമിക്കുട്ടി ചോദ്യമായിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് ഉണക്കമുളക് ഉണ്ട്. അപ്പോൾ അത് കഴുകിയിട്ട് ഒന്ന് ഉണക്കണം. പൊടിപ്പിക്കാനല്ല കേട്ടോ, നമ്മൾ ഉണക്കമുളക് കറിക്കൊക്കെ എടുക്കൂലേ വറുക്കാനായിട്ട്, അപ്പോൾ അതുപോലെ ഇടണം. പിന്നെ കുറച്ച് ചതച്ച മുളകായിട്ട് പൊടിച്ചും വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ബാക്കി കുറേ കവറുകളൊക്കെ ഉണ്ടായത് ഞാൻ ഒറ്റ കവറിലോട്ടാക്കിയിട്ട് എല്ലാം കൂടെ അവിടെ കെട്ടി മാറ്റി വയ്ക്കുന്നുണ്ടേ. നേരത്തേക്ക് ഇങ്ങനെ മുളക് വാങ്ങി കഴുകി പൊടിപ്പിക്കുമായിരുന്നു കേട്ടോ, നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടേ, മാവേലി സ്റ്റോറിൽ നിന്ന്. ഇപ്പം കുറേ ആയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പച്ചരിയൊക്കെ പൊടിപ്പിച്ചെടുക്കും. മുളക് പിന്നെ മല്ലി ഇതൊക്കെ ഒന്നും ഇപ്പോഴായിട്ട് പൊടിപ്പിക്കാറേ ഇല്ല. അപ്പോൾ കറികളും ചോറും ഒക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ കഴിച്ചിട്ട് പോണേണ് കേട്ടോ. ചേട്ടൻ പോണ സമയത്ത് മഴയുണ്ട് കേട്ടോ. ആദ്യം ഒരു ചാറ്റൽ മഴയായിരുന്നു, പിന്നീട് അങ്ങോട്ട് കന മഴ പെയ്തു കേട്ടോ. അങ്ങനെ ചേട്ടൻ പോയ ശേഷം ഞാൻ ആമിക്കുട്ടിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട്, പിന്നെ ആമിക്കും ആലുവിനൊക്കെ ട്യൂഷന് പോകണമല്ലോ. അപ്പോൾ ആലു ആ നേരം കൊണ്ട് കുളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി അപ്പോഴത്തേക്കും ചേട്ടൻ വരും. അപ്പോൾ ചേട്ടൻ കൊണ്ട് ആക്കിക്കൊള്ളും കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മേനെ വീഡിയോ കോളിങ് ചെയ്തിട്ട് ചിലാന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എണ്ണിപ്പെറുക്കി ഓരോരോ കാര്യങ്ങൾ പറയും. സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ എൻ്റെ അമ്മേനെ വീഡിയോ കോളിങ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയും. പിന്നെ എന്നോട് വന്നിട്ട് പറയും കേട്ടോ. ഞാൻ ചോദിക്കാതെ തന്നെ എന്നോട് സ്കൂളിലത്തെ നടന്ന എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ കഴിക്കാനിരിക്കണതാണ് കേട്ടോ. അപ്പനുണ്ട്, പിന്നെ മക്കളും കൂടെ ഇരുന്ന് ചോറ് കഴിക്കാനാണ്. സാമ്പാറും ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കാനാണ്. അപ്പം ഞാൻ ഇനി കുളിച്ചിട്ടൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് കണ്ടാൽ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയും വന്നു കേട്ടോ.